കോളേജിൽ പഠിക്കുമ്പോ എനിക്കിതിന്റെ ഇരട്ടി മുടി ഉണ്ടായിരുന്നു. സാവിത്രി ചേച്ചിയുടെ മുടിക്ക് ഇപ്പോഴും നല്ല ഉള്ളുണ്ട്. അപ്പൊ പണ്ടുണ്ടായിരുന്ന മുടി കണ്ടിരുന്നെങ്കിലോ ജാനകി അന്തം വിട്ടു പോവും. ആൽബത്തിലെ ഫോട്ടോകൾ കണ്ടിട്ടില്ലേ? അതിന്റെ പാതി മുടിയുണ്ട് ഇപ്പോ. അത് ശരിയാ. അമ്മയെ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ആൽബത്തിലുള്ള എല്ലാ ഫോട്ടോയിലും ചേച്ചി സാരി ഉടുത്തിട്ടാ. ഇവിടെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം പോലും സാരി ഉടുത്ത് കണ്ടിട്ടില്ലല്ലോ. വീട്ടിൽ നിൽക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ എന്തിനാ സാരി? ഇതല്ലേ നല്ലത്. എനിക്ക് ചേച്ചി സാരി ഉടുത്ത് കാണുന്നതാ ഇഷ്ടം. ജാനകിക്കുട്ടിക്ക് സാരി ഇത്ര വലിയ ഇഷ്ടാ? എനിക്ക് വലിയ ഇഷ്ടാ. പിന്നെന്താ ജാനകിക്കുട്ടി സാരി ഉടുക്കാത്തെ? ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും കാലം കൊണ്ട് ഓപ്പയുടെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടല്ലോ. എനിക്ക് ഓപ്പി അല്ലാതെ വേറെ ആരാ വാങ്ങിത്തരാനുള്ളത്? പക്ഷേ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. എത്ര സാരി വേണേലും മുന്നിട്ട് വാങ്ങിത്തരില്ലേ? ഉവ്വ്. പിന്നെന്താ? അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. വെറുതെ എന്തിനാ ഉടുത്തെറിഞ്ഞ് നിൽക്കണേ? മുകുന്നേട്ടന്റെ അമ്മ പോലും ഒരിക്കൽ പറഞ്ഞു, കെട്ടിച്ചമഞ്ഞ് നടക്കാൻ തടസ്സമാകുമെന്ന് കരുതിയാ ഞങ്ങൾ കുട്ടികളെ വരെ വേണ്ടാന്ന് വെച്ചേക്കണേ. അമ്മയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്തതിലുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷേ ഞാനൊന്ന് തീരുമാനിച്ചു, ഇനി ഉടുത്തൊരുങ്ങി നടക്കല് ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായതിനു ശേഷം മതിയെന്ന്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുകുന്നേട്ടൻ പിന്നെ പിന്നെ പറയും, ഞാൻ മുണ്ടും നേരിതും ഉടുക്കുന്നാണ് ഭംഗിയെന്ന്.